ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 60-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു ആലു ഇമ്രാനിലെ 78 തുടങ്ങി 83 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞു വന്നിരുന്ന വിഷയം വേദക്കാരെ കുറിച്ചിട്ടായിരുന്നു അല്ലേ. അവരുടെ ഓരോ സ്വഭാവങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അവർ ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് പറയും ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് കാലത്ത് വന്ന് പറയും. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ പറയും അയ്യോ ഈ ദീനൊന്നും ശരിയല്ല എന്നും പറഞ്ഞിട്ട് അവരതിൽ നിന്ന് തിരിഞ്ഞു പോകും. എന്തിനാണ്? ബാക്കിയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും വേണ്ടിയിട്ട്. പിന്നെ അള്ളാഹു പറഞ്ഞു ഈ വേദക്കാരിൽ നല്ല ആളുകളും ഉണ്ടല്ലേ. നമ്മൾ ഒരു കൂമ്പാരം തന്നെ അവരെ ഏൽപ്പിച്ചാലും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാലും അവരെ നമുക്ക് തിരിച്ചു തരും. ഇനിയല്ല, ചില ആളുകളുണ്ട് അവരുടെ അടുത്ത് ഒരു ദിനാറാണ് നമ്മൾ ഏൽപ്പിക്കണമെങ്കിലും ഈ ഒരു ദിനാറ് കിട്ടാൻ വേണ്ടി നമ്മൾ അവരുടെ പിന്നാലെ ഒരുപാട് നടന്നാലും കിട്ടൂല. അങ്ങനത്തെ ആളുകളുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹു പറഞ്ഞെന്തായിരുന്നു? ഇഹലോകത്തിലെ തുച്ഛമായ ലാഭത്തിന് വേണ്ടി ദീനിനെ മറന്നു കളയുന്നവർ അല്ലെങ്കിൽ ദീനിനെ വിട്ടുകളയുന്ന ആളുകളെ അള്ളാഹു കിയാമത്ത് നാളിൽ അവരോട് സംസാരിക്കൂല. അവർക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു ഓഹരി ഉണ്ടായിരിക്കുകയില്ല. അവർ അള്ളാഹു നോക്കുകയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് അവസാനിപ്പിച്ചത് അല്ലേ. അപ്പോൾ ഇനി അടുത്ത ആയത്തിലും അള്ളാഹു ഇവരുടെ ഒരു സ്വഭാവം തന്നെയാണ് പറയണത്. ഈ വേദക്കാരുടെ ഒരു സ്വഭാവം തന്നെയാണ് പറയണത്. നമുക്ക് ആയത്തൊന്ന് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن منهم لفريقا يلوون ألسنتهم بالكتاب لتحسبوه من الكتاب وما هو من الكتاب ويقولون هو من عند الله وما هو من عند الله ويقولون على الله الكذب وهم يعلمون. ഈ ആയത്തിൽ അള്ളാഹു പറയണത് യഹൂദ പണ്ഡിതന്മാർ ചെയ്യണ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ്. അവരെന്ത് ചെയ്യും എന്ന് വെച്ചാൽ വേദഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ അതിലെ ചില വാക്കുകളൊക്കെ അവരങ്ങോട്ട് നാവിനെ ഒന്ന് വളച്ച് വേറൊരു രീതിയിലാക്കി വേറെ അർത്ഥമുള്ള വാക്കുകളാക്കി മാറ്റി പറയും. അപ്പോൾ എന്താ ഉണ്ടാവുക? ഇത് വേദഗ്രന്ഥത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് അറിവൊന്നുമില്ലാത്ത ആളുകൾ, സാധാരണ ആളുകൾ വിചാരിക്കും ഇതൊക്കെ വേദഗ്രന്ഥത്തിലുള്ളതാണെന്ന് വിചാരിച്ചിട്ട് അവരത് വിശ്വസിക്കും, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു പറയാണ് ഇത് വേദഗ്രന്ഥത്തിലുള്ളതല്ല. അവരെന്താണ് പറയണത്? ഇത് വേദഗ്രന്ഥത്തിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പല നിയമങ്ങളെയും അങ്ങനെ മാറ്റിമറിക്കുന്ന ആളുകളാണെന്നാണ് പറയണത്. അപ്പം അള്ളാഹു പറയാണ് അവരറിഞ്ഞും കൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ മേലിൽ ഈ കളവൊക്കെ പറയണത് എന്നാണ് പറയണത് ഈ ആയത്തിൽ. നമ്മൾ സൂറത്തുൽ ബഖറ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ, ഇവർ വന്നിരുന്നിട്ട് ഈ ബനു ഇസ്രായേലിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിട്ട് പറയും റായിന എന്ന് പറയും എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അവർ റായിന എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഞങ്ങളെ ഒന്ന് നോക്കണേ എന്നാണ് അർത്ഥം. പക്ഷെ അവരതിനൊന്ന് മാറ്റിയിട്ട് റായിന എന്ന് പറയും. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേനെ മോശമാക്കി പറയണ ഒരു വാക്കാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അവർ ഒരു നാട്ടിലേക്ക് കയറുമ്പോൾ അള്ളാഹു പറഞ്ഞു അവരോട് ഹിത്വത്തുന്ന്, അതായത് ഹിത്വത്തിൻ്റെ അർത്ഥം എന്താണ്? പാപമോചനം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ സുജൂദ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് കടക്കണ്ടേ പറഞ്ഞപ്പോൾ ഇവരെന്താ പറഞ്ഞത്? അതിനെ പതുക്കെ ഒന്ന് മാറ്റിയിട്ട് ഹിത്വത്തുന് പകരം ഹിൻത്വത്തുന്ന് പറഞ്ഞു. ഒരു നൂനിനിടയിൽ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഹിൻത്വത്തുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ പാപമോചനം എന്ന് പറഞ്ഞ് കടക്കേണ്ട സ്ഥലത്ത് ഇവരെന്താണ് പറയണത്? ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് അവർ കടന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുമ്പോൾ ഇവർ അസ്സലാമു അലൈക്കും എന്ന് പറയണ രൂപത്തിൽ ഇവർ പറയുന്ന സ്പീഡിൽ അങ്ങോട്ട് പറയും അസ്സാമു അലൈക്കും എന്ന് പറയും. അസ്സാമു അലൈക്കും എന്ന് വെച്ചാൽ നീ നശിക്കട്ടെ എന്നാണ് അർത്ഥം. അസ്സലാമു അലൈക്കും എന്ന് വെച്ചാൽ എന്താ? നിനക്ക് സമാധാനവും ഉണ്ടാകട്ടെ എന്നാണ് പറയണത്. അപ്പോൾ അതിന് പകരം അങ്ങനെ പറയണ പോലെ ഇവരെന്ത് പറയും? നീ നശിക്കട്ടെ എന്നാണ് ഇവർ പറയണത്. അങ്ങനത്തെ ആളുകളാണ് ഈ ബനു ഇസ്രായേലിൽ. അപ്പോൾ അവരുടെ തന്നെ വേറെ ഒരു രീതിയിലുള്ള വേദഗ്രന്ഥവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അള്ളാഹു പറഞ്ഞു തരണത്. അപ്പോൾ ഇത് ഈ വേദക്കാരുടെ മാത്രം കാര്യമല്ല അല്ലേ, നമ്മളുടെ ഇസ്ലാം പണ്ഡിതന്മാരുടെ
മുസ്ലിം പണ്ഡിതന്മാരുടെ ഇടയിലും ഉണ്ട് ഇങ്ങനെ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഖുർആൻ്റെ ആയത്തുകളെ അവർക്ക് മാറ്റാൻ ഇതുവരെ പറ്റൂല. കാരണം എന്താ, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ലോകാവസാനം വരെ അള്ളാഹു അതിനെ കാത്തു സംരക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഹർക്കത്ത് പോലും മാറ്റാൻ ഒരാൾക്കും ഇന്നേ വരെ സാധിച്ചിട്ടില്ല, ഇനി ലോകാവസാനം വരെ അത് സാധിക്കുകയില്ല. പക്ഷെ അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അർത്ഥത്തിനെ മാറ്റിക്കളയും. ഇപ്പം സൂറത്ത് കഹ്ഫിലെ അവസാനത്തെ ആയത്തുണ്ട് അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ് കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. എന്താണ് നിങ്ങളിൽ നിന്നും എനിക്കുള്ള വ്യത്യാസം? യുഹ, എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട്. അങ്ങനെ പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. അപ്പോൾ അവിടെ ഇന്നമാ എന്ന് വെച്ചാൽ മാത്രം എന്നാണ് അർത്ഥം. അപ്പോൾ ഇവർ അർത്ഥം പറയുമ്പോൾ ഓതുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഇന്നമാ അതിനൊന്ന് പിരിക്കും. എഴുതുമ്പോൾ അങ്ങനെ തന്നെ, ഖുർആൻ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ അർത്ഥം പറയുമ്പോൾ എന്തായി, ഇന്ന എന്ന് വെച്ചാൽ നിശ്ചയമായും, മാന്ന് വെച്ചാൽ ഇല്ല എന്നൊരർത്ഥമുണ്ട്, യാതൊന്ന് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം ഇന്നമാ അനബഷർ എന്ന് വെച്ചാൽ എന്താണ്, മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനല്ല എന്നവരർത്ഥം പറയും. ഇവിടെ അള്ളാഹു പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്, ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ തന്നെയാണ്, പക്ഷേ എനിക്ക് അള്ളാഹുവിൽ നിന്നും വഹി കിട്ടുന്നുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അള്ളാഹു കൽപ്പിക്കുന്നത്. പക്ഷേ അപ്പോൾ ഇവരിതിനെ അർത്ഥത്തിനെ മാറ്റാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുറാനിൽ കാണാം. അതുപോലെ ഈ അറബി ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഹർക്കത്ത് മാറിക്കഴിഞ്ഞാൽ അർത്ഥത്തിന് ഒരുപാട് വ്യത്യാസം. നമ്മൾ അർത്ഥം വിചാരിച്ചതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വരെ വരും. ഇപ്പോൾ അതിന് ഒരു ഉദാഹരണം പറയണത് സൂറത്തു ഫാത്തിറിലെ 28-ാമത്തെ ആയത്ത് നോക്കുക. അതിലുണ്ട് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അവിടെ എന്താ അർത്ഥം? ഇന്നമാ യഖ്ഷല്ലാ എന്ന് വെച്ചാൽ നിശ്ചയമായും അള്ളാഹുവിനെ ഭയപ്പെടുന്നു, മിൻ ഇബാദിഹി അവൻ്റെ അടിയാന്മാരിൽ നിന്നും, ഉലമാ അറിവുള്ളവർ, അറിവുള്ള ആളുകൾ, അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്നും അറിവുള്ള ആളുകളാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നതെന്നാണ് അർത്ഥം. ഇപ്പം അതിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരു ഇന്നമാ യഖ്ഷല്ലാഹ എന്ന് പറയുന്നതിന് പകരം യഖ്ഷല്ലാഹു ആ ഫത്തഹിന് പകരം ലൊമ്മയാക്കി മിൻ ഇബാദിഹിൽ ഉലമാ ഉ, അവിടെ ആ ലൊമ്മ ഉള്ളത് ഉലമാ ആ അത്രയും മാറ്റുള്ളൂ. ഈ ലൊമ്മും ഫത്തഹും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ എന്തായെന്നറിയോ അർത്ഥം? അള്ളാഹ്ക്ക് തൻ്റെ അടിയാന്മാരിൽ ഏറ്റവും ഭയപ്പാടുള്ളത് ആരാണ്? അറിവുള്ള ആളുകളെ അള്ളാഹുവിന് പേടിയാണെന്നുള്ള അർത്ഥം വന്നു. അപ്പം അത്രയും ചെറിയൊരു മാറ്റം അറബിയിൽ വന്നാലും അർത്ഥത്തിൽ ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവരുടെ സ്വഭാവം. അപ്പോൾ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവരുടെ വേദഗ്രന്ഥത്തിൽ നാവിനെ ഒന്ന് വളച്ചൊടിച്ചൊക്കെ പാരായണം ചെയ്യും. അപ്പോൾ അത് കേട്ടിട്ട് സാധാരണ ആളുകൾ വിചാരിക്കും ഇതൊക്കെ വേദഗ്രന്ഥത്തിലുള്ളതാണ്, അള്ളാഹു പറഞ്ഞതാണെന്ന് വിചാരിക്കും എന്നാണ് അള്ളാഹു ഈ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് ആയത്തിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. വ ഇന്ന മിൻഹും നിശ്ചയമായും അവരിലുണ്ട് ഫരീഖൻ, ഫരീഖ് എന്ന് വെച്ചാൽ ഒരു വിഭാഗം അല്ലെ, ഒരു കക്ഷികൾ, ഒരു വിഭാഗം ആളുകൾ അതിലുണ്ട്. യൽവൂന എന്ന് വെച്ചാൽ അവർ വളച്ചു തിരിക്കും. അൽസിനത്തഹും അവരുടെ നാവുകളെ, ലിസാനുനാണ് നാവ്, ഹും അവരുടെ അല്ലേ, അപ്പോൾ അവരുടെ നാവുകളെ അവർ വളച്ചു തിരിക്കും. ബിൽ കിതാബി വേദഗ്രന്ഥത്തിൽ. ലിതഹ്സബൂഹു ഹസിബ എന്ന് വെച്ചാൽ കണക്കാക്കുവാൻ, അവർ വിചാരിക്കുവാൻ. അപ്പോൾ ലിതഹ്സബൂഹു നിങ്ങളതിനെ കണക്കാക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളതിനെപ്പറ്റി വിചാരിക്കാൻ വേണ്ടി. മിനൽ കിതാബ് വേദഗ്രന്ഥത്തിൽ പെട്ടതായി, ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വേദഗ്രന്ഥത്തിൽ പെട്ടതാണെന്ന് നിങ്ങൾ വിചാരിക്കാൻ വേണ്ടി അവരവരുടെ നാവുകളെ വളച്ച് തിരിക്കുന്നു. വമാഹുവ മിനൽ കിതാബ്, അപ്പം അള്ളാഹു പറഞ്ഞുതരാണ് വമാഹു അതല്ല മിനൽ കിതാബ് വേദഗ്രന്ഥത്തിൽ പെട്ടതല്ല അതൊന്നും അള്ളാഹു പറഞ്ഞുതരാണ്. വയഖൂലൂന അവർ പറയുകയും ചെയ്യും, ഇതൊക്കെ പാരായണം ചെയ്തിട്ട് അവർ പറയും എന്താണ്, ഹുവ മിൻ ഇൻദില്ല ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അവർ പറയും. അപ്പം അള്ളാഹു മറുപടി പറയാണ് വമാ ഹുവ മിൻ ഇൻദില്ല ഇതൊന്നും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതല്ല. വയഖൂലൂന അലല്ലാഹിൽ കദിബ് അവർ പറയുന്നു അലല്ലാഹി അള്ളാഹുവിൻ്റെ പേരിൽ അൽ കദിബ് വ്യാജം പറയുകയാണ് അവർ. വഹും യഅലമൂൻ അവരറിയാണ്ട് പറയണമെന്നല്ല, വഹും അവരാകട്ടെ യഅലമൂൻ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരത് പറയുന്നത് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരണത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു പ്രവാചകത്വം നൽകിയ ഒരു മനുഷ്യൻ, പ്രവാചകത്വം നൽകി വേദഗ്രന്ഥമൊക്കെ നൽകിയ ഒരു മനുഷ്യൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയൂല നിങ്ങളെല്ലാവരും എന്നെ ആരാധിക്കണം, എൻ്റെ അടിമകളായിട്ടായിരിക്കണം നിങ്ങൾ ഉണ്ടാവേണ്ടതെന്ന്. അങ്ങനെ ഒരു പ്രവാചകൻ വന്ന് പറയുകയില്ല എന്നാണ് അള്ളാഹു പറയണത്. അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. പകരം എന്തായിരിക്കും ആ പ്രവാചകൻ വന്ന് നിങ്ങളോട് പറയുക, നിങ്ങൾ റബ്ബിൻ്റെ ആളുകളാവുക, നിങ്ങൾ വേദഗ്രന്ഥം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക, അങ്ങനെ അള്ളാഹുവിൻ്റെ
നിങ്ങളുടെ റബ്ബിൻ്റെ ആളുകളായി മാറുക എന്നാണ് അദ്ദേഹം പറയുക എന്നാണ് അള്ളാഹു പറയണത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊരു പ്രവാചകൻ്റെ പേരൊന്നും എടുത്ത് പറയണില്ല, പക്ഷേ നമുക്ക് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കുക ഈസാ നബീനെ ഉദ്ദേശിച്ചിട്ടാണ് അല്ലേ ഇങ്ങനൊരു കാര്യം പറയണേ. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ ഒരു ആയത്തിനെ കുറിച്ചിട്ട് പണ്ഡിതന്മാർ പറയണേ, ആ നജ്റാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങൾ ഈസാ നബീനെ ദൈവമായും ദൈവപുത്രനായും ഒക്കെ കാണുന്നത് പോലെ മുഹമ്മദ് നിന്നെയും ഞങ്ങൾ ആരാധിക്കുകയാണോ വേണ്ടതെന്ന് അവർ ചോദിച്ചു എന്ന് ആ സമയത്ത് അവതരിച്ച ആയത്താണിതെന്ന് പറയുന്നുണ്ട്. അള്ളാഹു അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി ആയിട്ട് കൊടുത്തത് എന്താണ്? ഒരു പ്രവാചകനും തന്നെ, അള്ളാഹു അയച്ച ഒരു പ്രവാചകനും നിങ്ങളുടെ അടുത്ത് വന്ന് പറയൂല എന്നെ നിങ്ങൾ ആരാധിക്കണം അല്ലെങ്കിൽ നിങ്ങളൊക്കെ എൻ്റെ അടിമകളാണെന്ന് ഒരു പ്രവാചകനും പറയൂല. പകരം അദ്ദേഹം പറയണത് നിങ്ങളൊക്കെ റബ്ബിൻ്റെ ആളുകളാവുക, നിങ്ങൾ വേദഗ്രന്ഥം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്ന് മാത്രമേ പ്രവാചകന്മാർ വന്ന് പറയുള്ളൂ എന്നാണ് അള്ളാഹു പറയണത്. നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഒരിക്കലും യഹൂദ മതം ഉണ്ടാക്കിയിട്ടില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്, നമ്മൾ പറഞ്ഞു, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു മോൻ്റെ പേരാണ് യഹൂദ, അതിൽ നിന്നും വന്നിട്ടുള്ളതാണ് യഹൂദ മതം. അപ്പോൾ ഒരിക്കലും മൂസാ നബി അലൈഹി ഇസ്ലാം ആ മതം പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈസാ നബി അലൈഹി ഇസ്ലാം ഒരിക്കലും ക്രിസ്തു മതം പഠിപ്പിച്ചിട്ടില്ല. എന്താണ്, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലശേഷമാണ് ക്രിസ്തു മതം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഓരോ പ്രവാചകന്മാരും, അള്ളാഹു നിയോഗിച്ചിട്ടുള്ള ഓരോ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ളത് തൗഹീദ് മാത്രമാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന അതിൻ്റെ ബേസ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ അടിസ്ഥാന തത്വം ഒന്ന് തന്നെയാണ്. പക്ഷേ ശരീഅത്തുകളിൽ, അതായത് നിയമവ്യവസ്ഥകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രവാചകൻ്റെ കാലത്തുണ്ടായിരുന്ന രീതിയിലായിരിക്കില്ല പിന്നത്തെ പ്രവാചകൻ വന്നപ്പോൾ അവിടുത്തെ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാ പ്രവാചകന്മാരും ഒരേ കാര്യം തന്നെയാണ് പഠിപ്പിച്ചത്. എല്ലാവരും പിൻപറ്റേണ്ട മാർഗം ഏതാണ്? ഇബ്രാഹിമി മില്ലത്താണ് അല്ലേ. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞതും പഠിപ്പിച്ചതും ഒക്കെ അത് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആയത്ത് ഇങ്ങനെയാണ്, മാ കാന ലിബഷറിൻ. മാ കാന എന്ന് വെച്ചാൽ ഒരു പ്രയോഗമാണ്, അങ്ങനെ ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ ഉണ്ടാവതല്ല, ഉണ്ടാവാൻ അങ്ങനെ പാടില്ല. ലിബഷറിൻ ഒരു മനുഷ്യനും അയ്യുത്തിയഹു അവന് നൽകുക, അള്ളാഹു അവന് നൽകി ഒരു മനുഷ്യന് എന്താണ്? അൽ കിതാബ ഗ്രന്ഥം, വൽ ഹുക്കുമ വിജ്ഞാനവും, ഈ വേദഗ്രന്ഥം നിയമങ്ങളും നൽകി, അത് എന്താണ് പ്രാവർത്തികമാക്കാനുള്ള വിജ്ഞാനവും നൽകി. വന്നുബൂവത്ത വെച്ചാൽ പ്രവാചകത്വവും നൽകിയ ഒരു മനുഷ്യൻ്റെ മേലും ഉണ്ടാവാൻ പാടില്ല. സുമ്മയഖൂലു പിന്നീട് അദ്ദേഹം വന്ന് പറയുകയില്ല എന്തെന്ന്? ലിന്നാസി മനുഷ്യരോട് കൂനു ഇബാദല്ലി, കൂനു നിങ്ങളായി തിരുവിൻ, ഇബാദല്ലി എൻ്റെ അടിയാന്മാരായി തിരുവിൻ എന്ന് പറയുകയില്ല എന്നാണ് അള്ളാഹു പറയണത്. മിൻ ദൂനില്ല അള്ളാഹുവിന് പുറമേ, വലാക്കിൻ പക്ഷേ അപ്പം എന്താണ്? അള്ളാഹുവിന് പുറമെ നിങ്ങൾ എൻ്റെ അടിമകളാകുവിൻ എന്ന് ഒരു പ്രവാചകനും, അള്ളാഹു പ്രവാചകത്വവും നൽകുകയും കിതാബും ഹിക്മത്തും ഒക്കെ നൽകിയ ഒരു മനുഷ്യൻ നിങ്ങളോട് വന്ന് പറയുകയില്ല. വലാക്കിൻ പക്ഷേ എന്താണ് അവർ പറയണത് എന്നാണ് അള്ളാഹുവിന് പറയുന്നത്? കൂനു നിങ്ങളായി തിരുവിൻ റബ്ബാനിയീൻ റബ്ബിൻ്റെ ആളുകളാവുകയിൻ എന്നാണ് അവർ പറയുകയുള്ളൂ. ബിമാ കുന്തും നിങ്ങളായിരിക്കുന്നത് കൊണ്ട്, തുഅല്ലിമൂനൽ കിതാബ്, അല്ലമ എന്ന് വെച്ചാൽ എന്താ? പഠിപ്പിച്ചു. അപ്പം നിങ്ങൾ വേദഗ്രന്ഥം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വ ബിമാ കുന്തും നിങ്ങളായിരിക്കുന്നത് കൊണ്ടും, തദ്റുസൂൻ നിങ്ങളത് പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ അള്ളാഹു ആദ്യം പഠിപ്പിക്കുക എന്നാണ് പറഞ്ഞത് അല്ലേ. നമ്മളൊരു കാര്യം വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളത് നന്നായി പഠിക്കണം അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, നിങ്ങൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെങ്ങനെ റബ്ബിൻ്റെ ആളുകളാവുകയും എന്ന് മാത്രമേ ഒരു പ്രവാചകൻ പറയുകയുള്ളൂ എന്നാണ് ഈ ആയത്തിൽ പറയണത്. അടുത്ത ആയത്തിലും ഈ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. വലായ ഉമൂർക്കും അവർ നിങ്ങളോട് കൽപ്പിക്കുകയില്ല. അൻ തത്തഹിദു നിങ്ങൾ സ്വീകരിക്കുവാൻ, ഇത്തഹദാൻച്ച സ്വീകരിച്ചു എന്നാണ്. അപ്പം നിങ്ങൾ സ്വീകരിക്കാൻ അവർ പറയൂല. ആരെ? അൽ മലായിക്കത്ത മലക്കുകളെ, വൻ നബിയീന നബിമാരെയും, അർബാബ റബ്ബുകളായി. അപ്പോൾ ഇത് മക്കാ മുശ്രിക്കുകൾക്കുള്ള ഒരു ആയത്തും കൂടിയാണ് അല്ലേ. അവരുടെ മുമ്പിലാണ് ഈ ഖുർആൻ അവതരിക്കണമല്ലേ. അപ്പോൾ ഈ അവരെന്താണ് പറഞ്ഞിരുന്നത്? മലക്കുകൾ അള്ളാഹുവിൻ്റെ പുത്രിമാരാണെന്നാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ ഈ മലക്കുകളെ സോപ്പിട്ടാൽ മതി അള്ളാഹുവിൻ്റെ അടുത്ത് കാര്യം നടക്കാമെന്നാണ് അവരൊരു വിചാരം. അപ്പോൾ പറയാണ്, ഒരു പ്രവാചകനും വന്ന് പറയൂല, ഏതെങ്കിലും ഒരു നബീനെയോ അല്ലെങ്കിൽ മലക്കിനെയോ ഒന്നും റബ്ബാക്കുവാനായിട്ട് അവർ വന്ന് നിങ്ങളോട് പറയുകയില്ല എന്നാണ് അള്ളാഹു പറയണത്. മുറുക്കും അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുകയോ, ബിൽ കുഫ്രി അവിശ്വാസത്തിന് ഒരു പ്രവാചകൻ നിങ്ങളോട് വന്ന് കൽപ്പിക്കുകയോ, ബഅദ ഇദ് അൻതും മുസ്ലിമൂൻ നിങ്ങൾ കീഴൊതുങ്ങിയതിനു ശേഷം,
അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത്, അള്ളാഹു ഈ പ്രവാചകന്മാരിൽ നിന്നും ഒക്കെ ഒരു കരാറ് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു വാഗ്ദാനം വാങ്ങിച്ചിട്ടുണ്ട്. എന്താണ്? ഈ പ്രവാചകന്മാർ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കെ, ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കെ വേറൊരു പ്രവാചകൻ വരികയാണ്, ഇവരുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഒരു റസൂൽ വന്നാൽ നിങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിൽ വിശ്വസിക്കണം, അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണം എന്നൊരു വാഗ്ദാനം അള്ളാഹു ഇവരെ തിരഞ്ഞെടുത്ത സമയത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് അള്ളാഹു പറയണത്. അപ്പോൾ ഇവരോട് ചോദിച്ചു, നിങ്ങളതിന് റെഡിയല്ലേ? നിങ്ങൾ ഇങ്ങനെ ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ ബാധ്യതയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളത് സ്വീകരിച്ചു, ഞങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രവാചകന്മാരെ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു പറയാണ്, ഈ ഒരു കരാറിന് ഞാൻ സാക്ഷിയാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരണത്. അങ്ങനെയുള്ള ഈ സാക്ഷിയൊക്കെ വാങ്ങിച്ച് വിട്ട ഒരു പ്രവാചകൻ വന്നിട്ട് നിങ്ങളോട് പറയില്ല, എന്നെ നിങ്ങൾ ആരാധിക്കുവിൻ എന്ന് പറയൂല എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത്. ഏതൊരു പ്രവാചകൻ വരുമ്പോഴും തുടർന്ന് വരാനുള്ള ഒരു പ്രവാചകനെ കുറിച്ചുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അത് മുന്നറിയിപ്പ് നൽകാത്ത ഒരേ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണ്. ഇനി അതിന് ശേഷം വേറെ പ്രവാചകന്മാർ വരാനില്ല. ഖാത്തമുൻ നബിയ്യീൻ എന്നാണ് സൂറത്തു അഹ്സാബിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ സൂറത്തു സൊഫിൽ 6-ാമത്തെ ആയത്തിൽ ഈസാ നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, എന്താണ്? നബിക്ക് ശേഷം വരാൻ പോണ ഒരു പ്രവാചകനെ കുറിച്ചിട്ട്. ഇത് ഖാല ഈസ ഇബ്നു മറിയം, ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം, അത് മറിയമിൻ്റെ പുത്രനായ ഈസ പറഞ്ഞ സന്ദർഭം എന്താണ്? യാ ബനി ഇസ്രായേൽ, ഹേ ഇസ്രായേലരെ, ഇന്നി റസൂലുള്ള, നിശ്ചയമായി ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, ഇലേക്കും നിങ്ങളിലേക്കുള്ള, മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ, എന്തിനാണ് വന്നിരിക്കുന്നത്? തൊട്ട് മുമ്പുള്ളതിനെ സത്യപ്പെടുത്തുവാനായിട്ട്, മിനത്തൗറാത്ത്, തൗറാത്തിൽ നിന്നുമുള്ള കാര്യങ്ങളെ സത്യപ്പെടുത്താൻ വേണ്ടി വന്നവനാണ് ഞാൻ. മുബശ്ശിറൻ, അതുമാത്രമല്ല, എന്താണ്? സന്തോഷ വാർത്ത അറിയിക്കുവാനും, ബി റസൂലിന്, ഒരു റസൂലിനെ കുറിച്ചുള്ളൊരു സന്തോഷ വാർത്ത അറിയിക്കുവാനും, യഅതി, വരുന്ന, ഇനി വരാൻ പോകുന്ന ഒരു റസൂലിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുവാനും, മിൻ ബഅദി, എനിക്ക് ശേഷം, ഇസ്മുഹു അഹ്മദ്, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അഹ്മദ് എന്നാണ്. അഹ്മദ് എന്നാണ് സ്തുതിക്കപ്പെട്ടവൻ, അത് തന്നെയാണ് അല്ലേ മുഹമ്മദ്. അങ്ങനെ ഓരോ പ്രവാചകന്മാരും അതിനുശേഷം വരാനുള്ള പ്രവാചകനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. അപ്പം ഇതിനു മുമ്പുള്ള പ്രവാചകന്മാരെയൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല. ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങളൊക്കെ ലോകാവസാനം വരെ നിലനിൽക്കും എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 5 തുടങ്ങിയുള്ള വാക്യങ്ങളാണ് കേട്ടോ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു, നീ എവിടെ പോകുന്നു എന്ന് നിങ്ങളാരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാം അല്ലെങ്കിൽ യേശു ഈ ലോകത്ത് നിന്ന് പോണ കാര്യമാണ് പറയണത് അല്ലേ. എന്നെ അയച്ചവൻ്റെ അടുക്കിലേക്ക് ഞാൻ പോകുന്നു എന്നാണ് പറയണത്. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അതാരെക്കുറിച്ചിട്ടാണ് ഈ പറയണത്? ഈ കാര്യസ്ഥൻ എന്ന്. ഈസാ നബി അലൈഹി സ്വലാം പോയി കഴിഞ്ഞാൽ അടുത്തൊരു പ്രവാചകൻ വരാനുണ്ട്, അല്ലെങ്കിൽ അടുത്തൊരാൾ വരാനുണ്ട് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാണ് അല്ലേ. അടുത്ത 8-ാമത്തെ വാക്യം എങ്ങനെയാണ് പറയണത്? അവൻ വന്നു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട്. അപ്പം പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞതല്ലേ. ഈസാ നബി അലൈഹി സ്വലാം അല്ലെങ്കിൽ യേശു പിതാവിൻ്റെ അടുത്ത്, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയാലാണ് കാര്യസ്ഥൻ വരുള്ളൂ, അടുത്ത പ്രവാചകൻ വരുള്ളൂ. ആ പ്രവാചകൻ വന്നിട്ട് എന്താണ് ചെയ്യണത്? പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമല്ലേ ഇനി ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നുള്ളത്. ആ പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ ന്യായവിധിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെയും പറയേണ്ടതിൽ എന്താണ് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യവും വഴി നടത്തും. സത്യത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ആരെയാണ്? അടുത്തത് സത്യവും കൊണ്ടുവരണ അടുത്തൊരു പ്രവാചകനെ കുറിച്ചിട്ടാണ്. അവൻ സ്വയമായി സംസാരിക്കുകയില്ല, താൻ കേൾക്കുന്നതാണ് സംസാരിക്കുക അല്ലേ. സ്വന്തമായിട്ട് പറയല്ല, വഹി മുഖേന റബ്ബ് വഹി നൽകണ കാര്യങ്ങളാണ് സംസാരിക്കുകയുള്ളൂ.
പിന്നെ പറഞ്ഞിരിക്കുന്നത് അവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു അല്ലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് മഹത്വപ്പെടുത്തും. ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം അടുത്തൊരു പ്രവാചകൻ വരാനുണ്ട് എന്നുള്ളൊരു കാര്യം ആ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ഏതൊരു പ്രവാചകനും പോയിട്ടുള്ളൂ. അപ്പോൾ അള്ളാഹു പ്രവാചകത്വം നൽകിയപ്പോൾ ഇവർ ഈ പ്രവാചകന്മാരിൽ നിന്നും ഒരു ഉറപ്പ് വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ആ ആയത്തൊന്ന് നോക്കുക. ഇത് അഹദ് അള്ളാഹു വാങ്ങിയ സന്ദർഭം. അഹദ എന്ന് വെച്ചാൽ പിടിച്ചു, വാങ്ങി എന്നൊക്കെയാണ് അർത്ഥം. അപ്പം അള്ളാഹു വാങ്ങിയ സന്ദർഭം. മീസാക്ക് എന്ന് വെച്ചാൽ ഉറപ്പ്. നബിയീന നബിമാരുടെ ഉറപ്പ് വാങ്ങിയ സന്ദർഭം. ലമാ ആതൈതുക്കും തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ വല്ലതും നൽകിയാൽ. എന്ത് നൽകിയാൽ? മിൻ കിതാബിൻ വേദഗ്രന്ഥത്തിൽ നിന്നും, വഹിക്മത്തിൻ വിജ്ഞാനമായും വേദഗ്രന്ഥമായും ഒക്കെ നിങ്ങൾക്ക് ഞാൻ നൽകിയാൽ, സുമ്മ പിന്നീട് ജാഅക്കും പിന്നീട് നിങ്ങൾ വന്നു, റസൂലുൻ നിങ്ങൾക്ക് വന്നു, നിങ്ങളിലേക്ക് വരികയാണ്, റസൂലുൻ ഒരു ദൂതൻ, മുസദ്ദിഖുൻ ലിമാ മഅക്കും നിങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്ന ഒരു ദൂതൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ, ലതുഅ്മിനുന്ന അവിടെ ഉറപ്പിച്ചിട്ടാണ് പറയേണ്ടത്. ആ ലായും നൂനും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലതുഅ്മിനുന്ന ബിഹി തീർച്ചയായും അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കും, വലതൻസുറുന്നഹു അദ്ദേഹത്തെ തീർച്ചയായും സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരു പ്രവാചകനെ വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കും, നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കും. ഖാല അഖറർത്തും നിങ്ങൾ സമ്മതിച്ചു. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ സമ്മതിച്ചുവോ? വ അഖദ്തും നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തുവോ? അലാ ദാലിക്കും ഇസ്രി അതിനെക്കുറിച്ചുള്ള എന്നോടുള്ള ഈ ബാധ്യത, അതായത് ഈ ഒരു ഭാരം. ഇസ്രി എന്ന് വെച്ചാൽ ഭാരം എന്നർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം എന്നിൽ നിന്നുള്ള ഈ ഒരു കാര്യത്തിൻ്റെ ഈ ഒരു ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്തോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പം കാലു അപ്പം അവർ പറഞ്ഞു, പ്രവാചകന്മാർ പറഞ്ഞു, അഖറർന ഞങ്ങൾ സമ്മതിച്ചു. അള്ളാഹു പറഞ്ഞ ഈ കാര്യമൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. കാല അപ്പം അള്ളാഹു തിരിച്ചവരോട് പറയാണ്, ഫഷ്ഹദു എന്നാൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുവിൻ, വ അന മഅക്കും ഞാനും നിങ്ങളുടെ കൂടെ മിനശ്ശാഹിദീൻ സാക്ഷികളിൽ പെട്ടവനാണെന്ന് അള്ളാഹു പറയാണ്. അപ്പം ഇതാണ് പ്രവാചകന്മാരിൽ നിന്നും അള്ളാഹു വാങ്ങിയ കരാറ്. അപ്പോൾ ഈ ഒരു കരാറ് പ്രവാചകന്മാർക്ക് മാത്രമല്ല, പ്രവാചകന്മാരെ പിൻപറ്റുന്ന ഓരോ സമുദായത്തിനും ഉണ്ടല്ലേ. അവരിലേക്ക് വരുന്ന അടുത്ത പ്രവാചകനെ സഹായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അള്ളാഹു അടുത്ത ആയത്തിൽ പറയണം, ഇനി ആരെങ്കിലും ഇതിൽ നിന്ന് തിരിഞ്ഞാൽ, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലായി കഴിഞ്ഞ് പ്രവാചകന്മാർ വന്നിട്ട് ഇത് പറഞ്ഞു തരുന്നുണ്ടല്ലോ, ഇനി ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് അതിൽ നിന്നും ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ അവർ തന്നെയാകുന്നു തോന്നിയവാസികൾ എന്നാണ് അള്ളാഹു പറയണത്. ഫമൻ തവല്ല ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ, ബഅദ ദാലിക അതിനുശേഷം, ഫഉലൈക എന്നാൽ അക്കൂട്ടർ ഹുമുൽ ഫാസിഖൂൻ അവർ തന്നെയാകുന്നു തോന്നിയവാസികൾ. അപ്പോൾ ഇതിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട്, നിങ്ങളിൽ മൂസ അലൈഹിസ്സലാം ഉണ്ടായിരിക്കുകയും എന്നിട്ട് അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുകയും എന്നെ വിട്ടേക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ പിഴവിലാവുക തന്നെ ചെയ്യുമായിരുന്നു. അതായത് മൂസ നബി അലൈഹി സ്വലാം ഉള്ള സമയത്താണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരണത്. ആ സമയത്ത് മൂസ നബീനെ മാത്രം പിൻപറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ വഴിപിഴച്ചു പോകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇങ്ങനെയാണ്, മൂസ അലൈഹി സ്വലാം നിങ്ങൾക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്നെ പിൻപറ്റുകയല്ലാതെ നിവൃത്തിയുണ്ടാകുമായിരുന്നില്ല. അതായത് മൂസ നബി അലൈഹി സ്വലാം ഉള്ളപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതെങ്കിൽ ഈ പ്രവാചകനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൂസാ നബി പിൻപറ്റണം. അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെയാണ് അല്ലേ. തൗഹീദ് തന്നെയാണ് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ശരീഅത്തിൽ മാത്രം വ്യത്യാസം ഉണ്ടാവും. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം ഉണ്ടായിരുന്നെങ്കിൽ ആ മൂസാ നബി അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണ ശരീഅത്തിനെ പിൻപറ്റേണ്ടി വരും എന്നാണ് ഈ പറഞ്ഞത്. അടുത്ത ആയത്തിൽ അള്ളാഹു ഒരു ചോദ്യമാണ് ചോദിക്കണത്. ഈ പ്രപഞ്ചം മുഴുവനും മുസ്ലിം ആയിക്കൊണ്ടിരിക്കെ, അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ടിരിക്കെ നിങ്ങൾ വേറെ ഒരു മതത്തെ ആണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഈ പറയണ പ്രപഞ്ചം മുസ്ലിമാണ് എന്ന് പറയുന്നത് എന്താണ്? മുസ്ലിം എന്ന് വെച്ചാൽ എന്താർത്ഥം? അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ടിരിക്കെ. അത് അനുസരണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിർബന്ധപൂർവമായിരിക്കാം കീഴൊതുങ്ങിയിരിക്കുന്നത്. ഏത് തരത്തിലാണെങ്കിലും അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ടിരിക്കെ നിങ്ങൾ വേറെ ഒരു മതമാണോ ആവശ്യപ്പെടുന്നത് എന്നാണ് ചോദിക്കണത്. അവിടെ ആയത്ത് നോക്കാം നമുക്ക്. ഗൈറ എന്ന് വെച്ചാൽ എന്താണ്? വേറെ, അല്ലാത്തത് എന്നൊക്കെയാണ്. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ആണ്. ആണോ? എന്നാൽ അപ്പോൾ അല്ലാത്തതിനെയാണോ? ദീനില്ലാഹി അള്ളാഹുവിൻ്റെ മതത്തിനെ അല്ലാത്തതിനെയാണോ എന്നാണ് ചോദ്യം.
യബ്ഗൂന ബഗാന്ന് എന്താണ്? ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു. വലഹു അവന്, അസ്ലമ അള്ളാഹുവിന്, വലഹു എന്ന് വെച്ചാൽ അള്ളാഹുവിന്, അസ്ലമ കീഴൊതുങ്ങിയിരിക്കുന്നു. എന്തൊക്കെ? മം ഫിസ്സമാവാതി വൽ അർദ് ആകാശങ്ങളിലും ഭൂമിയിലുള്ളത് മുഴുവനും അവന് കീഴൊതുങ്ങിക്കൊണ്ടിരിക്കെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മതമല്ലാതെ വേറൊരു മതമാണോ ആവശ്യപ്പെടുന്നത് എന്നാണ് ചോദ്യം. തൗ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുസരണപൂർവ്വം, വക്കർഹൻ അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം. ഈ അള്ളാഹുവിന് കീഴൊതുങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ അനുസരിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിർബന്ധിതമായിക്കൊണ്ടായിരിക്കാം അള്ളാഹുവിന് കീഴൊതുങ്ങിയിരിക്കണേ. അങ്ങനെ കീഴൊതുങ്ങിക്കൊണ്ടിരിക്കെ നിങ്ങൾ വേറൊരു മതത്തെയാണോ ആവശ്യപ്പെടുന്നത്? ഇലൈഹി തുർജഊൻ നിങ്ങൾ അവങ്കിലേക്കാണ് മടക്കപ്പെടേണ്ടത് എന്നാണ് പറയണത്. ഇവിടെ തൗഅൻ എന്ന് പറയണത് എന്താണ്? അനുസരണപൂർവ്വം അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥകളൊക്കെ അനുസരിച്ചുകൊണ്ട്. ഇപ്പോൾ നോക്കാം നമുക്ക് എന്താണ്, ഇപ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മദ്യപാനം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരാൾക്കൊന്നില്ലെങ്കിൽ അതിനെ സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. അവിടെ എന്താണ്? അനുസരണയുള്ള ആളുകളാണ് അള്ളാഹുവിന് കീഴൊതുങ്ങുന്നത്. അതുപോലെ തന്നെ പന്നി മാംസം കഴിക്കാൻ പാടില്ല, ഹറാമാക്കിയിട്ടുണ്ട് അള്ളാഹു. അപ്പോൾ അതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ അവിടെ ഓരോരുത്തരുടെ എന്താണ് അനുസരണമുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾ അനുസരിക്കുന്നു. ഇനി വക്കർഹൻ എന്ന് പറഞ്ഞു നിർബന്ധിതപൂർവ്വം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ നമ്മളുടെ രൂപം, നിറം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന ആളുടെ, നമ്മുടെ മാതാപിതാക്കൾ ഇന്നതാവണം എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല അല്ലേ. അതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയതാണ്. അതിനെ നമ്മൾ നിർബന്ധപൂർവ്വം അതിനെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനേ നിവൃത്തിയുള്ളൂ അല്ലേ. അല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് വെളുത്തതായിരിക്കണം അല്ലെങ്കിൽ എനിക്ക് കറുത്തതായിരിക്കണം അല്ലെങ്കിൽ എൻ്റെ ശരീരം ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളതിന് നമ്മൾ കീഴൊതുങ്ങി കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് നിർബന്ധപൂർവ്വം കീഴൊതുങ്ങലാണ് അതൊക്കെ. അങ്ങനെ ഏത് തരത്തിലാണെങ്കിലും ഈ ആകാശഭൂമികളിലുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ടിരിക്കെ നിങ്ങൾ വേറെ ഒരു മതത്തിനെയാണോ ആവശ്യപ്പെടുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കണത്. ഇപ്പം നമ്മൾ ഒരാളെ എപ്പോൾ ജനിക്കണം അല്ലെങ്കിൽ എവിടെ ജനിക്കണം, എപ്പോൾ മരിക്കണം എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല അല്ലേ. അതൊക്കെ അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് നമ്മൾ അതിന് കീഴൊതുങ്ങാനേ നിവൃത്തിയുള്ളൂ. നിർബന്ധിതപൂർവ്വം കീഴൊതുങ്ങലേ നിവൃത്തിയുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് കണ്ണുകൊണ്ടല്ല എല്ലാവരും കാണുന്നത്, എനിക്ക് കണ്ണുകൊണ്ട് കാണണ്ട, ചെവി കൊണ്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ലല്ലോ. അതൊക്കെ എന്താ കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. ഏതൊരു മനുഷ്യനാണെങ്കിലും കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റുള്ളൂ, കാലുകൊണ്ട് തന്നെ നടക്കാൻ പറ്റുള്ളൂ. അതൊക്കെ എന്താണ്? അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് നമ്മൾ അതിന് വിധേയരാവുകയാണ് അല്ലേ. അതാണ് ഇവിടെ പറയണത്. അപ്പോൾ പ്രകൃതി മുസ്ലിമാണെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രകൃതിയിലുള്ള എല്ലാതും, സൂര്യചന്ദ്രനും എല്ലാതും എന്താണ്? അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കണക്കനുസരിച്ച് അല്ലേ, അതൊക്കെ ഒരു കണക്കനുസരിച്ച് കൊണ്ട് സഞ്ചരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ അള്ളാഹുവിന് കീഴൊതുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്തേ വേറൊരു മതം ആവശ്യം എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ കാണില്ലേ, ഇതൊക്കെ കീഴൊതുങ്ങി. ഇപ്പം നമ്മളാണ് ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അവിടെ കംപ്ലൈൻറ്റ് ഇവിടെ കംപ്ലൈൻറ്റ് അല്ലേ, കൃത്യസമയത്ത് വരൂല, ലേറ്റ് ആവലും അല്ലെങ്കിൽ നേരത്തെ വരലും ഒക്കെ ഉണ്ട്. ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും നക്ഷത്രങ്ങളാണെങ്കിലും എല്ലാതും അല്ലേ അതിൻ്റെ സമയത്തിനനുസരിച്ച് കൃത്യമായി വരുന്നു. അപ്പോൾ അതിൻ്റെ സൃഷ്ടാവ് അള്ളാഹു ആണ്. ഇതെല്ലാതും അള്ളാഹുവിന് കീഴൊതുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നിങ്ങളിതൊക്കെ കാണുന്നില്ല, എന്നിട്ടും നിങ്ങൾക്ക് വേറൊരു മതത്തിനെയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? നിങ്ങൾ ആവശ്യപ്പെട്ടോ? ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് വരേണ്ടത്? നിങ്ങൾ അവങ്കിലേക്ക് തന്നെയാണ് മടക്കപ്പെടേണ്ടത് എന്നാണ് അള്ളാഹുവിടെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? വേദക്കാരുടെ ഒരു സ്വഭാവത്തെക്കുറിച്ചിട്ടാണല്ലേ പറഞ്ഞത്. അവർ വേദഗ്രന്ഥം വായിക്കുമ്പോൾ അവരുടെ നാവിനെ ഒന്ന് വളച്ച് തിരിച്ച് വേറെ രീതിയിലൊക്കെ പറയും, വേറെ തരത്തിലുള്ള അർത്ഥം ഉണ്ടാക്കി പറയണ പുരോഹിതന്മാരുണ്ട് അല്ലേ, അല്ലെങ്കിൽ ആയത്തിനെ തന്നെ മാറ്റണവരുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അള്ളാഹു എന്നിട്ട് ഇവർ പറയും, ഇതൊക്കെ പറഞ്ഞിട്ട് പറയും എന്താണ്, ഇതൊക്കെ അള്ളാഹു തന്നിട്ടുള്ളതാണ്, അള്ളാഹിൽ നിന്നുള്ളതാണെന്ന് പറയുകയാണ്. അപ്പോൾ അള്ളാഹു പറഞ്ഞതൊന്നും അള്ളാഹിൽ നിന്നുള്ളതല്ല, അവർ അറിഞ്ഞും കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറയുകയാണ് എന്ന് അള്ളാഹു പറഞ്ഞു തന്നു. പിന്നെ പറഞ്ഞു, ഒരു പ്രവാചകനും വന്നിട്ട്, അള്ളാഹു നിയോഗിച്ച ഒരു പ്രവാചകനും വന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയില്ല നിങ്ങൾ എന്നെ ആരാധിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടിമകളായിരിക്കുന്നു. ഒരു പ്രവാചകനും പറയൂല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞുതരാണ്. അവരെന്തെന്നേ പറയുള്ളൂ? നിങ്ങൾ വേദഗ്രന്ഥം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബാനികൾ, റബ്ബിൻ്റെ ആളുകളാകൂ എന്ന് മാത്രമേ ഒരു പ്രവാചകൻ പറയുകയുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കി ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം വന്നിട്ട് നിങ്ങൾ എന്നെ ആരാധിക്കാൻ പറഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നുണയാണെന്ന് മനസ്സിലാക്കിക്കോന്ന്. പിന്നെ അള്ളാഹു പറഞ്ഞു എന്താണ്, ഒരു പ്രവാചകനും വന്നിട്ട് പറയില്ല ഒരു മലക്കിനെ ആരാധിക്കാനോ അല്ലെങ്കിൽ നിങ്ങളൊരു പ്രവാചകനെ റബ്ബായി സ്വീകരിക്കാനോ വന്ന് പറയില്ല. ഒരിക്കലും ഒരു പ്രവാചകൻ ഒരു അവിശ്വാസത്തിനെ കുറിച്ച് നിങ്ങളോട് പറയുകയില്ല, നിങ്ങളൊരു അവിശ്വാസിയാകാൻ വേണ്ടി നിങ്ങളോട് പറയുകയില്ല എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഇനി ഓരോ പ്രവാചകന്മാർക്ക് അള്ളാഹു പ്രവാചകത്വവും വേദഗ്രന്ഥവും ഒക്കെ നൽകിയപ്പോൾ ഒരു കരാറ് വാങ്ങിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ കരാറ്? നിങ്ങളിലേക്ക് വേറൊരു പ്രവാചകൻ വരാണ്, നിങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട്
വേറൊരു പ്രവാചകൻ വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ എന്ത് ചെയ്യണം? അദ്ദേഹത്തിൽ വിശ്വസിക്കണം, അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണം. ഇങ്ങനൊരു കരാറ് വാങ്ങിച്ചിട്ടാണ് അള്ളാഹു ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. എന്നിട്ട് ഇവരോട്, ഈ പ്രവാചകന്മാരോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, എന്താണ്, ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ സമ്മതിച്ചോ? എൻ്റെ ഈ ബാധ്യത, ഈ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തോ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, എന്താണ്, ഞങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവരിങ്ങോട്ട് വിട്ടിട്ടുള്ളത്. അപ്പോൾ പ്രവാചകന്മാർക്ക് മാത്രമല്ല, ആ ഓരോ പ്രവാചകന്മാരുടെ സമുദായത്തിനും തുടർന്നുള്ള പ്രവാചകന്മാരെ പിൻപറ്റൽ ബാധ്യതയുള്ളതാണ് അല്ലേ? അതാണ് അള്ളാഹു പറഞ്ഞത്. അപ്പം ഞാനും നിങ്ങളുടെ കൂടെ സാക്ഷിയായിട്ടുണ്ടെന്ന് അള്ളാഹു പറഞ്ഞു. ഇനി ആരെങ്കിലും ഇതിനൊക്കെ ശേഷം, ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞാൽ അവരാണ് തോന്നിയവാസികൾ എന്ന് അള്ളാഹു പറഞ്ഞു തന്നു. പിന്നെ അള്ളാഹു ചോദിക്കണം, നിങ്ങൾ ഈ ഭൂമിയിലോട്ടൊന്ന് നോക്ക്. ഈ ഭൂമിയിലുള്ള സകലതും, ആകാശഭൂമികളിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ടിരിക്കെ നിങ്ങൾക്കിനി വേറൊരു മതം വേണമെന്നാണോ നിങ്ങൾ ഈ പറയണത്? ഇതൊക്കെ നിങ്ങൾ ഓർത്തു വെച്ചോ? നിങ്ങൾക്ക് ഇതൊക്കെ ദൃഷ്ടാന്തങ്ങളായിട്ടുണ്ടല്ലേ? അള്ളാഹു ഈ ആകാശവും ഭൂമിയും പ്രപഞ്ചവും ഒക്കെ നിങ്ങൾക്ക് തന്നേക്കണം. എന്തിനാണ്? ഇതൊക്കെ ദൃഷ്ടാന്തങ്ങളായിട്ടുണ്ട്. ഇതെല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു പാഠം അതിലുണ്ട്. എന്നിട്ടും നിങ്ങൾ വേറെ മതത്തെയാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അല്ലെങ്കിൽ ഓർത്തു വെച്ചോ, നിങ്ങളെല്ലാവരും മടങ്ങിച്ചെല്ലേണ്ടത് എങ്ങടാണ്? അള്ളാഹുവിൻ്റെ അടുത്തേക്കാണെന്ന് നിങ്ങൾ ഓർത്തു വെച്ചോ എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.